ഇത് അതിനൊന്നും ഒരു ചിന്തിക്കാൻ പോലുള്ള സമയം തന്നില്ല. നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്, ഞാൻ ജയിലിൽ ചെന്നതിന് ശേഷം അറിയുന്നത് ഇരട്ട ജീവപര്യന്തമാണ് അടിച്ചതെന്നുള്ള വിവരം അറിയുന്നത്. കോടതിയിൽ നിന്ന് അതറിഞ്ഞിട്ടേ ഇല്ല. ഇത് കോടതിയിൽ നിന്ന് അറിയാൻ അവർ എന്തൊക്കെയോ പറയുന്നു, ജഡ്ജ്മെന്റ് പറയുന്നു. എനിക്കത് കേൾക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മൈൻഡിലല്ല ഇരിക്കുന്നത്. ആ കയറി അങ്ങോട്ട് കാണും, അവിടെ കോടതി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. കാരണം ആദ്യമായിട്ട് കയറി നിൽക്കുന്നതല്ല. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ബന്ധങ്ങളോ ചുമ്മാ മറ്റുള്ളവരുടെ ഇതിന് പോവുകയോ, ഇവർ വക്കീലന്മാരായിട്ട് പോലും നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ. കാരണം അങ്ങനെ ഒരു ബന്ധങ്ങളില്ലല്ലോ. അതായത് ഞാനൊരാളെ, ഈ പറഞ്ഞ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ജെനുവിനായിട്ട് പീഡിപ്പിച്ചതിനെ കൊല ചെയ്താലും ഇത്ര ശിക്ഷിക്കുള്ളൂ, പീഡിപ്പിച്ച് കൊന്നാലും ഇത്ര ശിക്ഷിക്കുള്ളൂ. ഇനി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പോലും ഇത്ര ശിക്ഷയില്ല. അതിനാണ് ഇത്രയും വലിയ അതായത് ഫുൾ പവർ എന്ന് പറയും. ഈ കേസിന്റെ ഈ വകുപ്പും പ്രകാരം ഫുൾ പവറാണ് എടുക്കാവുന്ന ഏറ്റവും കൂടിയ പരമാവധി ശിക്ഷയാണ് അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ശിക്ഷ അടിച്ച് ഞാൻ അവിടെ ജയിലിൽ ചെന്നതിന് ശേഷമാണ് ശരിക്കും ജഡ്ജ്മെന്റ് പോലും സമയത്ത് ജയിലിൽ ചെന്നപ്പോഴാണ് അത് എന്നെ ജഡ്ജ്മെന്റ് കിട്ടിയില്ല. ജഡ്ജ്മെന്റ് ഇല്ല, പത്രത്തിൽ നോക്കിയിട്ടാണ് പിന്നീട് ഞാൻ ജഡ്ജ്മെന്റ് വരുത്തിച്ചിട്ടാണ് ഇതൊന്ന് വായിച്ചു നോക്കുന്നത്. എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? മൊത്തത്തിൽ ഞാൻ തളർന്നു. നമ്മുടെ ഏത് ജയിലിലോട്ടാണ് കൊണ്ടുപോകുന്നത്? ഞാൻ വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ് എന്നെ ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് മറ്റൊരു 50 വയസ്സ് പ്രായമുള്ള ഒരാളോട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഞങ്ങളെ രണ്ടിനും ഒരേപോലെ നിർത്തി. അദ്ദേഹം ഇതേപോലൊരു കേസിൽ അകത്താണ്, ഇപ്പോഴും ആൾ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആള് എന്നെയും കൂടെ ഒരുമിച്ച് കയ്യിൽ വിലങ്ങിട്ടിട്ടാണ് ഒന്നിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ പോയതുകൊണ്ട് പിന്നെ എനിക്ക് സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ നമുക്ക് പറയാനായിട്ട് ഇദ്ദേഹത്തിന് ഞാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു കേസിലെ പ്രതികൾ എന്ന പോലെ തന്നെ ഒരേ കോടതിയിൽ നിന്ന് ഒരുമിച്ച് പോയതുകൊണ്ട് നമുക്ക് പിന്നെ അത്ര കുറച്ച് മറ്റു ടെൻഷനൊന്നും ഇല്ലാതെ ജയിലിനകത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഈ ജയിലിനെ കുറിച്ച് കേട്ടറിവിനേക്കാൾ ഉപരി ഞാൻ കുറച്ച് ഭയന്നിരുന്നു. കാരണം ജയിലിൽ ഇങ്ങനെ ഇടി കൊല്ല് വെട്ട് കുത്തുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സിനിമയിലെ കാണുന്നതെന്നും അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പറയാതെ തരയില്ലാത്തൊരു കാര്യമാണ്. അന്നത്തെ ജയിൽ DGP ആയിരുന്നു ഋഷിരാജ് സിംഗ്. ആ ആളാണ് വരുന്ന തടവുകാരെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന സിസ്റ്റം നിർത്തി വെച്ചു. ആരെ ഉപദ്രവിക്കാൻ പാടില്ല, നടയടി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാങ്കേതിക അതിപ്പോ ഇല്ല. അല്ല ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഋഷിരാജ് സിംഗ് എന്ന് പറഞ്ഞ ആള്, പക്ഷെ ആള് ഒരു DGP ഞാൻ ഇപ്പോഴും വളരെ വളരെ ഒരു എന്താ പറയാ, വളരെ സ്നേഹത്തോട് ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. അയാളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ മറ്റു തടവുകാരൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ആള് ഈ ഓരോ ബ്ലോക്കുകളിലും അയാളുടെ ഫോൺ നമ്പർ എഴുതി ഒട്ടിച്ചു വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ആർക്ക് വേണേലും അദ്ദേഹത്തെ വിളിക്കാം. ഇപ്പൊ എൻ്റെ വൈഫ് ഏതോ ഒരു ആവശ്യത്തിന് വിളിച്ച ഫോൺ എടുത്തില്ല. അത് കുറെ കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചിടിച്ചിട്ട് തന്നെ, അതെ ഞാൻ ജയിൽ DGP ആണ്, താങ്കൾ എന്നെ വിളിച്ചിരുന്നോ, എന്തായിരുന്നു വിളിച്ചിരുന്നത് എന്ന് ചോദിച്ച് തിരിച്ചു വിളിച്ചു. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഇത്രയും IPS റാങ്കിലുള്ള ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ കാരണം അത്രയ്ക്ക് അദ്ദേഹം ഈ തടവുകാരോടും അല്ലെങ്കിൽ ഒരു നീതി നടപ്പാക്കുന്നതിനോടും ഒരു പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യനാണ്. അപ്പം നമുക്കത് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ശാരീരിക ഉപദ്രവത്തിൽ നിന്ന് ദൈവം സഹായിച്ച് രക്ഷപ്പെട്ടു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു 26 ദിവസം അവിടെ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ജോലിക്ക് ആയിട്ട് ജയിലിൽ ചെന്ന ആദ്യത്തെ ദിവസം ആരുടെ കൂടെ കിടക്കുന്നത്? ഞങ്ങൾ ഈ പറഞ്ഞ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളില്ലേ, ഈ ആള് ഞാനോടെ തന്നെയാണ് കുറേ നാളുകൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അദ്ദേഹം ഞാനോട് ഒരു 10 ദിവസത്തിന് ചെറിയ സെല്ലിലും, ഡോമറ്ററി അല്ല, ഒരു സെല്ലിൽ, ബ്ലോക്കിലല്ല കിടന്നത്, ഒരു സെല്ലിൽ. അപ്പം ഞങ്ങളുണ്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും. പിന്നെ കുറേ കരയും, കുറേ പ്രാർത്ഥിക്കും, കുറേ കരയും. അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി. പിന്നെ ആകെ ടെൻഷനായിരുന്നു. എന്നിപ്പോൾ അതിനിടയ്ക്ക് ചില തടവുകാർ പറയുന്നത് ജാമ്യമൊന്നും കിട്ടത്തൊന്നുമില്ല. ശരിക്കും അവർ സത്യമാണ് പറയുന്നത്, ജാമ്യം കൊടുക്കൂല. കോടതി ജീവപര്യന്തം കാര്യം ഇങ്ങനെയുള്ള കേസ് ജാമ്യം കൊടുക്കൂല എന്ന് തന്നെ കോടതിയുടെ തീരുമാനമാണ്. അത് മെറിറ്റ് ഉണ്ടെങ്കിലും കൊടുക്കൂല. കാരണം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2024 ജനുവരി മാസം 11-ാം തീയതി ഞാൻ കേരള ഹൈക്കോടതി മുമ്പാകെ ഞാൻ സ്വന്തമായിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഞാൻ കോടതി മെറിറ്റ് എൻ്റെ കേസ് ഞാൻ ആർഗ്യുമെൻ്റ് നടത്തി. എൻ്റെ ആർഗ്യുമെൻ്റ് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ് കേസ് കേൾക്കാനാണ് ഞാൻ പറയുന്നത്. സാർ കേൾക്കണം, എൻ്റെ കേസ് കേൾക്കണം, ഞാൻ നിരപരാധിയാണ്, ഇന്നസെൻ്റ് ആണ്, എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിപ്പാണ് അവസരം തരണം. അല്ല ഇപ്പോൾ കേസ് കേൾക്കാൻ കഴിയില്ല, താങ്കളെക്കാളും പഴയ കേസുകൾ കേൾക്കാൻ കിടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ എന്നാൽ ബെയിൽ കേൾക്കണമെന്ന്. ബെയില് ഇപ്പം പരിഗണിക്കാൻ പറ്റില്ല, ഞാൻ കേൾക്കണമെന്ന് ഞാൻ കുറച്ച് എന്താ പറയുക നിർബന്ധം പറയുമ്പോൾ ശരി ബെയിൽ കേൾക്കാം, ഓക്കെ താങ്കൾ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബെയിൽ ആർഗ്യുമെന്റ് നടത്താനാണ് ഞാൻ കുറച്ച് എന്താ പറയുക ഡോക്യുമെന്റ്സ് എല്ലാം എഴുതി, ഗ്രൗണ്ട്സ് എല്ലാം എഴുതി, എൻ്റെ പോയിന്റ്സ് എല്ലാം നിയമപരമായിട്ട് എഴുതി ഞാൻ കോടതി സബ്മിറ്റ് ചെയ്തിട്ട് ആർഗ്യുമെന്റ് നടത്തി കഴിഞ്ഞപ്പോഴത്തേനുമാണ് മനസ്സിലായി ഈ കേസിന് ബെയിൽ കൊടുക്കാൻ
വകുപ്പില്ല. വകുപ്പുണ്ട്, ബെയിൽ കൊടുക്കണം. പക്ഷെ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഒറ്റ വാക്കാണ് എനിക്ക് ഇത് ചെയ്തത്. ഷിബു, വളരെ ശാന്തമായിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഷിബു, നിലവിൽ ജീവപര്യന്തം ശിക്ഷക്കാർ ഇങ്ങനെയുള്ള കേസുകൾ ജാമ്യം കൊടുക്കണ്ട എന്നാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ വളരെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ജീവപര്യന്തം പേര് പോക്സോ കേസ് ആയിക്കോട്ടെ, എന്ത് കേസ് ആയിക്കോട്ടെ, ഒരാൾ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട ബെയിൽ കൊടുക്കണമെന്നുള്ളത് ഇതാ. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്താണ് ഒരു അജണ്ട എന്നാണ് മനസ്സിലാക്കാത്തത്. പലപ്പോഴും ആ ജഡ്ജ് എന്നിട്ട് ജഡ്ജ്മെൻറ്റ് എഴുതി കഴിഞ്ഞപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ, ജഡ്ജ്മെൻറ്റ് എനിക്ക് എഴുതിയ ഓർഡർ, ബെയിൽ ഡിസ്മിസ് ചെയ്ത ഓർഡറിനകത്ത് ഇരിക്കുന്നത് ഒരു സംശയമില്ല, നോ ഡൗട്ട് പ്രോസിക്യൂഷൻ എവിഡൻസ് എല്ലാം പ്രോസിക്യൂഷൻ എഗെയിൻസ്റ്റ് ആണ്. എന്നിരുന്നാലും ഞാനിതെല്ലാം വായിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ്, പെൺകുട്ടിയുടെ മൊഴിയെല്ലാം വായിച്ച് അതിൽ കള്ളമുള്ളതായിട്ട് കാണുന്നില്ല. അത് അവിശ്വസനീയമായത് എനിക്ക് തോന്നുന്നില്ലാത്തതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ബെയിൽ അനുവദിക്കാൻ കഴിയില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ മുഴുവൻ ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് എന്ന് അവർ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് കള്ളായിട്ട്. ഈ തെളിവ് മുഴുവൻ എഗെയിൻസ്റ്റ് ആണ്, പിന്നെ അതിന് പിന്നെ മറ്റൊരർത്ഥം കൽപ്പിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, അത് പ്രിസംഷൻ എന്നാണ് പറയുക, അതിന് അനുമാനം എന്ന് പറയണം. കാരണം അതൊന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുള്ളതല്ല. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെയാണ് അതൊരു സിസ്റ്റം. അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ സെൻട്രൽ ജയിലിലെത്തി അവിടെ വളരെ തകർന്ന അവസ്ഥയിലാണ്. ശരിയാണ്, ഞാൻ അവിടെ എത്തുന്നത് പറഞ്ഞു വന്ന ഇതാണ്. ബെയില് സോറി ഞാൻ ഇതില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ബെയില് കിട്ടുന്നില്ല, മാനസികമായിട്ടേ കുറേ ടെൻഷനായി. ഇത് ഈ പറയുന്ന സാഹചര്യത്തില് നമ്മൾ പല സീനിയർ മീൻസ് 3-4 വർഷം വഴക്കമുള്ളവരൊക്കെ പറയും, ഇവിടെ നമ്മള് കുറെ കാണുന്നല്ലേ, ബെയിലൊന്നും കിട്ടാൻ പോകുന്നില്ല, എന്തായാലും 5-6 കൊല്ലം കിടക്കുക, കേസെടുത്ത് അപ്പീലെടുത്ത് 10 വർഷമായ രക്ഷപ്പെടാം, അല്ലെ 20 വർഷമായ രക്ഷപ്പെടാം, ബോക്സോ കേസല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ മാനസികമായി തളർത്തുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതലും മോർ ദാൻ ഇങ്ങനെയുള്ളവരെയാണ് കണ്ടേക്കുന്നത്, കൂടുതലും അങ്ങനെയുള്ളവരെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പണി എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓഫീസിലേക്ക് തന്നെ, വെൽഫെയർ ഓഫീസിൽ, അതായത് നല്ല ഒരു തടവുകാരനെ സംബന്ധിച്ച് ചെയ്യാൻ കൊള്ളാവുന്ന അത്യാവശ്യം നല്ലൊരു ജോലിയാണ്, ഒരു മാന്യമായ ഒരു ജോലിയാണ്. പുറത്തെ ഒരു ഇതിലാണെങ്കിൽ നല്ലൊരു ജോലിയാണ്. ആ ജോലി തന്നു. അതിനുശേഷം 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ജോലിക്ക് എന്നാ കൂലി തരും? ജോലിക്ക് കൂലി എന്ന് പറയുന്നതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം 63 രൂപയാണ് ഒരാൾക്ക് കൂലിയുള്ളൂ ഒരു ദിവസം. 63 രൂപയാണ് കൂലിയുള്ളൂ. 63 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് 1/3 ഭാഗം അവർ പിടിച്ചു വെക്കും. അത് റിലീസ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതിൽ നിന്ന് അത് കാര്യമില്ല. പക്ഷെ 63 രൂപയും പിന്നെ വരുന്നൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മാസം 20, 22, 23 ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് റെമിഷൻ എന്ന് പറയുന്ന 4 ദിവസം റെമിഷൻ കിട്ടും, ഇളവ് കിട്ടും. ഒരു മാസത്തിൽ മൊത്തം പണിക്കിറങ്ങിയ നമുക്ക് അത് വർഷം പറഞ്ഞവർക്ക്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രയോജനമില്ല. 10 വർഷം ശിക്ഷ വിധിച്ച ഒരാളാണെങ്കിൽ ആൾക്ക് ഒരു മാസം വെച്ച് ഇങ്ങനെ പണിക്ക് ജോലി ചെയ്ത് മാന്യമായി നല്ല നടപ്പ്, നല്ല അപ്പിയറൻസ്, നല്ല ബിഹേവിയർ ഒക്കെ ആണെങ്കിൽ ആൾക്കൊരു 4 മാർക്ക് കിട്ടും. അപ്പം ആ 4 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്ക് നല്ല നടപ്പിന്, 2 മാർക്ക് ജോലി ചെയ്യുന്നതിനുമാണ്. ആ 4 ദിവസം, അതായത് 30 ദിവസം ഉണ്ട്, 26 ദിവസം കിടന്നാൽ മതി. അതാണ് 4 മാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വർഷം ആകുമ്പോഴത്തേനും എങ്ങനെ പോയാലും ഒരു 48 ദിവസത്തോളം ചില നല്ല ഉദ്യോഗസ്ഥരും മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവർ നല്ല നടപ്പൊക്കെ നോക്കി അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കും കേട്ടോ. 2 മാസം വരെ കൊടുക്കുക അവർക്ക്. അപ്പോൾ അങ്ങനെ കിട്ടും. അങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറഞ്ഞ ഒരുത്തരും മാറ്റാനിടയായി. അതായത് ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമൂഹം കേട്ടിരിക്കുന്നത്, വാർത്ത കേട്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടുത്തിടയ്ക്ക് ഗോവിന്ദചാമിയുടെ വാർത്ത ഹൈ സെക്യൂരിറ്റി പ്രിസണിലേക്കാണ് കൊണ്ടുപോയെന്ന് പറയുന്നത്. സത്യത്തിൽ അത് ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറയാൻ ഒരു സെക്യൂരിറ്റി, ഹൈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കബളിപ്പിക്കുക. അത് കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തെ മുഴുവൻ എന്താ പറയാ, വിഡ്ഢിയാക്കുന്ന, ശരിക്കും പറഞ്ഞാൽ പമ്പര വിഡ്ഢിയാക്കുന്ന ഇതാണ് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന സംഭവങ്ങളും അവിടുത്തെ സിസ്റ്റവും നോക്കിയാൽ ആകെയുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 4 മൂലയ്ക്ക് IRB ഉദ്യോഗസ്ഥർ, റിസർവ് ബറ്റാലിയനിലുള്ള പോലീസ് ഓഫീസേഴ്സ് ഗണ്ണുമായിട്ട് കാവൽ നിൽപ്പുണ്ട്. അല്ലാതെ അതിനൊരു സെക്യൂരിറ്റി ഇല്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അകത്ത് കിടന്നുകൊണ്ട് സ്വന്തം സെല്ലിന്റെ ഡോറ് തുറക്കാൻ പറ്റുന്നതും താഴെ വേണേൽ പൊട്ടിക്കാൻ പറ്റുമെന്നും, പൊട്ടിക്കുവാണെങ്കിൽ താഴെ പിടിച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ജയിലേ ഉള്ളൂ, ഹൈ സെക്യൂരിറ്റി പ്രിസൺ. അകത്ത് കിടന്നിട്ട് ഇനി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ കൂടെ കുറച്ച് ക്യാമറ ഉണ്ട്.
ക്യാമറ റൂമിലുണ്ട്. അറ്റ്ലീസ്റ്റ് അത് ബാത്റൂമിനകത്ത് വരെ കണ്ട ക്യാമറ വെച്ചേക്കുന്നത്. അതായത് തടവുകാരന്റെ സ്വകാര്യത പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് ഉണ്ട്. അതാണ് ഹൈ സെക്യൂരിറ്റി. ഇവരൊരു അപ്പീൽ ചെയ്യാൻ കൊടുത്ത അയക്കില്ല, ഒരു അപേക്ഷയൊക്കെ. ഞാനൊക്കെ അപേക്ഷ, എനിക്കത് ഏറ്റവും വലിയ പറയാനുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റ് വന്നിട്ട് ഞാൻ എൻ്റെ കേസ് സ്വമേധയെ ഏറ്റെടുത്തിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോയിട്ട് ആ കോടതി ഫയൽ ചെയ്യാൻ കൊടുത്ത അപേക്ഷ പോലും അയക്കുന്നില്ല. അങ്ങനെ അയക്കാതെ വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന ഈ തുച്ഛമായ പൈസയ്ക്കകത്തുനിന്ന് ഒരു അപേക്ഷ അയക്കുന്നതിന് 26 രൂപ വെച്ച് ഡെയിലി ഒരു അപേക്ഷയ്ക്ക് 26 വെച്ചിട്ട് സ്പീഡ് പോസ്റ്റ് അയക്കുകയാണ്. കാരണം വൗച്ചർ ഒപ്പിടാൻ വേണ്ടി. എന്നാലും ഇവർ അയക്കില്ല. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കേണ്ട ഈ ഓൺലൈനിൽ ഫയൽ ചെയ്യാൻ അപേക്ഷ കൊടുത്തിട്ട് അവരെന്ത് ചെയ്തില്ല, ഈ അപേക്ഷ ഒന്നും കോടതിയിൽ അയക്കാതെ അവർ പ്രോസിക്യൂഷൻ അയച്ചു കൊടുത്തു. സർക്കാരിന്, അതായത് എൻ്റെ എതിർകക്ഷിക്ക് അയച്ചു കൊടുക്കുക, എൻ്റെ മെറിറ്റ്. ഞാൻ അങ്ങനെയൊക്കെയുള്ള കുറേ മാനസികവുമായുള്ള പീഡനങ്ങളാണ് നടക്കുന്നത്. മാനസികമായി എങ്ങനെ മനുഷ്യനെ തളർത്തിക്കളയാന്നുള്ള ഒരു അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ RTI വെച്ച് ഞാൻ ചോദിക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യാനിടയും. അപ്പോൾ അതിനെ ചൊല്ലി എന്നെ പിടിച്ച് പണിയിൽ നിന്ന് മാറ്റി കുറച്ച് ഒരു 5-6 മാസത്തോളം ഇത് ഞാൻ ചോദിച്ചു എന്ന ഒരു കാരണത്തിൽ, എന്തുകൊണ്ടാണ് അയക്കാത്തതെന്ന് ചോദിച്ചു എന്ന കാരണത്താൽ TR രാജീവ് എന്ന് പറയുമ്പോൾ പുള്ളി DIG-യാണ്, തൃശ്ശൂർ DIG-യാണ്, പ്രൊമോഷനൊക്കെ കിട്ടി. ആള് ഇപ്പം എന്ത് ചെയ്യുക, ആളിപ്പം ആള് തന്നെ പണിഷ്മെന്റ് ചെയ്യാനിടേ. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ മാനസികമായി ഒരാൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം, ഒരാൾക്ക് മാനസിക പരിവർത്തനം കിട്ടണ്ടെന്ന് പറയുന്ന ആ സാധനം, മാനസിക പരിവർത്തനം ഒരാൾക്കും ഉണ്ടാവില്ല. ഈ ജയിലിൽ ചെന്നപ്പോഴും ഈ ചെല്ലുമ്പോഴാണ് സ്വന്തം പേരിലുള്ള കുറ്റം എന്താണ്, എന്തിനു പേരിലാണ് വിധി വന്നേക്കുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാകുന്നത്. അതുവരെ നിയമപരമായ കാര്യങ്ങളിൽ കാര്യമായ അറിവൊന്നുമില്ല. നിയമം എന്ന് പറഞ്ഞാൽ ജയിലിൽ ചെന്നതിന് ശേഷം എനിക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റ് വന്നപ്പോൾ അവിടെ ഒരു കൊലക്കേസിൽ ഒരു 10-20 വർഷം, ഇപ്പോൾ 10-26 വർഷത്തിക്കുള്ളായിട്ടോ ആള് 20 വർഷം പഴക്കമുള്ള ഷിബിൻ സിംഗ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആള് ഷിബേട്ടൻ ആള് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വളരെ സ്ലോയിലാണ് കൂട്ടായത്. ആള് സ്ലോയിലി കൂട്ടായെങ്കിലും ആള് ഞങ്ങൾ കൂട്ടുന്നുള്ള സ്ട്രോങ് ആണ്. ആള് വളരെ പതിയത്തിൽ ഇടപെട്ടു. ആള് വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ്. ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞു, കുറച്ച് ജഡ്ജ്മെന്റ് ഉണ്ട് ഈ കർണാടക ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയൊക്കെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഷിബു, നിനക്ക് വേണം ഇത് പ്രയോജനപ്പെടും, നീ വായിക്കാൻ വന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ കേസുകൾ ഞാൻ ശിക്ഷിച്ച കൂടുതൽ കേസിനെ കുറിച്ചുള്ള കമന്റുകളാണ്, കോടതിയുടെ നിരീക്ഷണങ്ങളാണ്. അപ്പം ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഇതായി, മോട്ടീവായി. കാരണം വെച്ചാൽ എനിക്ക് ഒരു എനർജിയായി. കാരണം കോടതി ഇത്ര നിയമവും നീതി ന്യായമൊക്കെ നോക്കും അല്ലേ. കാരണം ഈ താഴത്തെ പോലെ അല്ല കോടതി. ഈ താഴത്തെ കോടതിയുടെ കാഴ്ചപ്പാടല്ല യഥാർത്ഥത്തിൽ നിയമം എന്ന് എനിക്ക് മനസ്സിലായിട്ട് അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ കിട്ടിയ ജഡ്ജ്മെന്റ് പിടിച്ച് അത് വായിച്ച് കിട്ടുന്ന മാക്സിമം പുസ്തകങ്ങൾ വായിച്ച് കേസുകൾ പഠിക്കാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാരുടെ കേസുകൾ പഠിച്ചു. പിന്നെ നിയമ പുസ്തകങ്ങൾ കളക്ട് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ കേസ് പഠിച്ച് ഞാൻ ഇത് ചെയ്തു. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിയമത്തിലേക്ക് കടന്നത്. RTI വെച്ച് ഞാൻ വിവരാവകാശ നിയമപ്രകാരം കുറേ അപേക്ഷകൾ ഞാൻ വിട്ടതിൻ്റെ ഒരു കയ്യും കണക്കുമില്ല. ഒരു 100-150 അല്ല വിട്ടേക്കുന്നത്. അതുപോലെ അപേക്ഷ വെച്ച് ഓരോ തെളിവുകളും ഞാൻ കളക്ട് ചെയ്തു. ഓരോന്നിനെ കുറിച്ച് ഞാൻ കളക്ട് ചെയ്തു. അങ്ങനെയാണ് ഈ ഇത്രയും ഒരു ഇതിലേക്ക് ഞാൻ വരാനിടയായത്. അങ്ങനെ നിയമം പഠിക്കാൻ ഒരു പ്രചോദനം ഈ ഷിബിൻ സിംഗ് എന്ന് പറഞ്ഞ ആളാണ്. തീർച്ചയായും ആളാണ്. ആളെന്നെ ജസ്റ്റ് എൻ്റെ കൈ പിടിച്ച് ഒരു ചുവട് വെപ്പിച്ചപ്പോൾ ഞാൻ ആ കൈ പിടിച്ചിട്ട് ഞാൻ സ്വമേധയാ കയറി പിന്നെ പോവുകയായിരുന്നു. കാരണം ആള് പിന്നെ ഇപ്പോഴും എനിക്ക് വളരെ സപ്പോർട്ടായിട്ടുള്ള, എനിക്ക് വളരെ ഒരു കടപ്പാട് സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അതെന്ന് ഭജനത്തിലാണെങ്കിലും ഞാൻ പറയുന്നത് നിയമം മാത്രമല്ല, ഞാൻ ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ഒരു നമ്പൂതിരി ഇതിൽപ്പെട്ട ആളാണ്, ഹൈന്ദവ വിശ്വാസിയാണ്. പക്ഷേ ആള് നമ്പൂതിരിയാണെന്നുള്ളൂ. പക്ഷെ ആള് എന്നോട് ചോദിച്ചു, എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ ഇട്ടിരിക്കുന്ന സമയത്ത് എന്നെ കൂടെ നിന്നിട്ട്, അങ്ങനെയല്ല മോനെ, എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ മോട്ടീവ് ചെയ്ത് എനിക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും. നല്ല ടോക്കായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. എപ്പോഴും കൂടെ നിർത്തിയിട്ട് കൂടെ നിന്ന്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും സങ്കടപ്പെടുകയാണെങ്കിൽ ഞാൻ വളരെ എന്താ പറയുക, ഡെസ്പായിരിക്കുന്ന സമയത്ത്, വളരെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത്, ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് നല്ല നല്ല കാര്യങ്ങളും വളരെ നല്ല ആശയങ്ങളും ബൈബിളിൽ നിന്ന് വരെ എടുത്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആൾക്ക് ബൈബിളിനെ കുറിച്ച് അറിയാം, വിശ്വാസത്തെ കുറിച്ച് അറിയാം. നല്ലൊരു ഒരു ഹിന്ദു ആണെങ്കിലും ആളങ്ങനെയല്ല, കോമൺ ആയിട്ട് ദൈവവിശ്വാസി നന്നായിട്ടൊരു വിശ്വാസിയാണ്. അദ്ദേഹമാണ് എന്നെ പല പുസ്തകങ്ങൾ, എനിക്ക് നല്ല മോട്ടിവേഷൻ പുസ്തകങ്ങളൊക്കെ തന്നു വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഈ ഇറങ്ങുന്നവരെ അദ്ദേഹം മാത്രമാണ് എനിക്കൊരു പിന്തുണ തന്നത്. ബാക്കി ഉദ്യോഗസ്ഥരായാലും വക്കീലുമാരായും എന്തിനേറെ ഞാൻ കോടതി വാദം പറയാൻ ചെന്ന ജഡ്ജിമാർ പോലും, ഷിബു ഇത് എൻ്റെ വൈഫ്, എൻ്റെ വീട്ടുകാർ പോലും സപ്പോർട്ടല്ല ഈ കേസ് തന്നോയെ. കാരണം ഞാൻ അറിയില്ലാത്ത ഒരാളാണ്. അവർ നോക്കുമ്പോൾ ഞാൻ എന്തോ വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത്.
കാരണം അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അല്ല ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിന്റെ പുറകെ പോകുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ തന്നെ പോകുന്നത് സാമാന്യമായിട്ട് ആർക്കുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. ഈ ഷിബിൻ സിംഗിന് എന്നെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഷിബു ഞാൻ ഇതിനെ നിയമം പഠിക്കുകയും ഞാൻ ഇങ്ങനെ പലർക്കും ആപ്ലിക്കേഷൻ എഴുതുന്നു, അദ്ദേഹമാണ് എന്നെ അപേക്ഷ എഴുതാൻ പഠിപ്പിക്കുന്നത്. അതായത് നിയമപരമായ അതിൻ്റെ വശങ്ങളും വിവരാവകാശ നിയമം എന്ന് പറയുന്ന സംഗതി കേട്ടത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ഇദ്ദേഹമാണ് എന്നെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ പോയാൽ നമുക്ക് തെളിവുകൾ എടുക്കാം, ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇടാം, അപ്പോൾ തന്നെ ആ കോപ്പി ആപ്ലിക്കേഷൻ എങ്ങനെ ഫയൽ ചെയ്യണം, കോടതിയിൽ എങ്ങനെ പോയാൽ, അതൊക്കെ ആൾക്ക് ഏറെക്കുറെ അറിയാം. അപ്പോൾ ആള് പറഞ്ഞു, പിന്നെ ഞാൻ അദ്ദേഹം ആണ് ഈ കേസിന് നീ ധൈര്യമായിട്ടെന്ന് ഒരു വക്കീലിനെ ഏൽപ്പിക്കണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് എന്നെ എന്ത് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറയേണ്ട കുറേ വാക്കുകളുടെ ശൈലി, അതായത് പിന്നെ ജയിലിൽ ചെന്നു. ഈ ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റ് ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ കേസിൽ ഒരു മുന്നോട്ട് പോകാൻ ഒരു വഴിയുണ്ട് എന്ന് മനസ്സിലാകുന്ന അന്നേരം. തീർച്ചയായും വഴിയുണ്ടെന്ന് മനസ്സിലായെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കേസിൽ എനിക്ക് വഴിയുണ്ട്, ഇത് നല്ല ചാൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പം ഞാൻ അതേസമയം ഞാനൊരു വക്കീലിനെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചതിവും പറ്റി. ചതിവ് എന്ന് പറഞ്ഞാൽ അത് വളരെ ചതിവാണ്. കാരണം ജയിലിൽ കഴിയുന്ന ഒരു റിപ്പർ ജയാനന്ദൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കുപ്രസിദ്ധ ആണ് ആളുടെ മകള് ഒരു വക്കീലാണ് എന്നൊക്കെയാണ് പറഞ്ഞ് അവിടെ വന്നിട്ട് ഈ പുതിയ തടവുകാരുടെ എല്ലാം ലൈഫിൻ്റെ എല്ലാം പേപ്പർ മേടിക്കുക, എല്ലാം അറിഞ്ഞ് പേപ്പർ മേടിക്കുക, പൈസ മേടിക്കുക. ലാസ്റ്റ് ശരിക്കും അദ്ദേഹം ഈ വക്കീലെന്ന് പറയുന്ന മകൾ കേസ് ഫയൽ ചെയ്യുകയൊന്നും ചെയ്യല. ലാസ്റ്റ് ഈ പൈസ പറയുന്നത് ഇങ്ങനെ മേടിച്ചോണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ചതിവ് നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പൈസ പോയി. അങ്ങനെ എൻ്റെയും പേപ്പറും പൈസയും മുഴുവൻ. അതെ, എത്ര രൂപ കൊടുത്ത്? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കുറച്ച് കൊടുത്തത് 5000 രൂപ കൊടുത്തു. ബാക്കി എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാനത് ഫ്രീ ആയിട്ട് ജാമ്യം ഓർഡർ ആക്കി തരാം, അതിന് പൈസ തന്നാൽ മതി പറഞ്ഞപ്പോൾ ഞാൻ 5000 രൂപ കൊടുത്തിട്ട് ബാക്കി ഞാൻ പെയിൻറ്റിങ് ഇട്ടു, കൊടുത്തില്ല. അപ്പം അങ്ങനെ ഞാൻ അത് കൊടുത്തിട്ട് പേപ്പറും കിട്ടിയില്ല, മുഴുവൻ പേപ്പറും പോയി. പിന്നെ ഞാൻ ഒന്നേന്ന് പിന്നെ പേപ്പർ. അങ്ങനെയാണ് ഞാൻ കേസിലേക്ക് എന്നുള്ള ചവിട് വയ്ക്കാനുള്ള കാരണം. ഈ റിപ്പർ ചെയ്യാൻ തന്നെ മകൾ പേപ്പർ മേടിച്ചിട്ട് തിരികെ തരായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ കോടതി ആപ്ലിക്കേഷൻ ഇട്ട് പുതിയ പേപ്പർ എടുത്തു. പുതിയ പേപ്പർ വെച്ചപ്പോഴാണ് കുറേ പേപ്പറുകൾ പോലീസ് വിഡ്രോ ചെയ്തതെന്ന് അറിയുന്നത്, അങ്ങനെ കോടതി പേപ്പർ ഇല്ലയെന്ന് അറിയുന്നു. അങ്ങനെയാണ് കേസിൻ്റെ സത്യാവസ്ഥയിലേക്ക് കുറച്ചുകൂടെ ഞാൻ ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലാണ്ടായത്. അങ്ങനെ ചെന്ന് ഞാൻ കോടതി പിന്നെ പേപ്പർ എടുത്തിട്ട് പിന്നെ പുതിയൊരു വക്കീലിനെ ഏൽപ്പിച്ചു. ആ വക്കീലിന് ഞാൻ എൻ്റെ ഫൈൻഡിങ്സ് മാഡം അതൊന്നും ഒരു ലേഡി വക്കീലിനെ ഏൽപ്പിച്ചു. മാഡം ഇതൊന്ന് കൺസിഡർ ചെയ്യണം. ഞാൻ അതിനകത്ത് ഷിബു വളരെ നല്ല പോസിറ്റീവായിട്ട് നമ്മളോട് ഭയങ്കര വളരെ ഈസിയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഈസിയാന്ന് പറയുന്ന വാക്കുകളും പൈസ മേടിക്കുന്നതല്ലാതെ അവരൊന്നും ചെയ്തു തന്നില്ല. ഞാൻ 2023 ഞാൻ ഒരു പരോൾ ഇറങ്ങുമായിരുന്നു. പരോൾ ഇറങ്ങിയപ്പോഴാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ അമ്മയ്ക്ക് സുഖമില്ലാതെ പരോൾ ഇറങ്ങിയ സമയത്താണ് ഞാൻ ഈ വക്കീലിനെ ചെന്ന് കാണാൻ. ഞാൻ വൈഫോടെ ചെന്ന് കണ്ടപ്പോൾ പറയാം, അതേതാ ഇത് ഞാനീ പറയുന്ന കാര്യങ്ങൾ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ ഈ പേപ്പർ തുറന്നു പോലും നോക്കിയിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അന്നേരം കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഞാൻ പൈസ കൊണ്ട് തിരിച്ചു പോകുന്നു. തിരിച്ചകത്ത് കയറിയപ്പോൾ എനിക്ക് പരോൾ ഇറക്കി തന്നൊരു ഒരു വക്കീലാണ്, നല്ല വക്കീലാണ്. അവരോട് പറഞ്ഞു ഷിബു ഇപ്പോൾ കേസ് എടുക്കാനാണ് സാധ്യതയില്ല, ബെയിലിന് ചാൻസ് ഉണ്ടല്ലോ, നമുക്ക് ബെയിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പേപ്പർ എടുക്കാൻ പറ വക്കീലിനോട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ മേഡം എടുത്താൽ പേപ്പർ മേടിച്ചു തരാമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പൈസയും മേടിച്ച് പേപ്പർ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയാം, അതേ ഇപ്പോൾ ബെയിലിന് ചാൻസ് ഇല്ല, നമുക്ക് കേസ് എന്തായാലും ഇച്ചിരി താമസിക്കും കേട്ടോ, ഇത് കൈ കിട്ടുന്നവരെ ഇവരെന്ത് ചെയ്തു, ഇപ്പം കിട്ടുന്നത്. അങ്ങനെ ഒന്നല്ല, പക്ഷേ ഒരു 3-4 വക്കീലുമാർ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തൊന്നും പൈസ തരാൻ ആളില്ല. ഞാൻ ഇവിടെ ഈ ഏൺ ചെയ്യുന്ന പൈസ എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ ചെറിയ തുകയുണ്ടല്ലോ, ആ തുക കളക്ട് ചെയ്തിട്ട് ഞാൻ വലിയ ചിലവൊന്നും ആക്കാതെ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വക്കീലിന്മാർ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ സമനില തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി. കുടുംബം ഓരോ രീതിയിൽ കുടുംബത്തിൻ്റെ അവസ്ഥ തകരാറായിക്കൊണ്ട്. കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്നേരം എങ്ങനെയാണ് നടക്കുന്നത്? കുടുംബത്തിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ അന്ന് ചെയ്യുന്നത് കുറച്ച് റബ്ബർ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് അത് വെട്ടിയിട്ടാണ് ആ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ കുടുംബച്ചെലവ് ആയിക്കോട്ടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെയും എനിക്ക് 1 രൂപ മേടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ കുറച്ചൊക്കെ അയച്ചു കൊടുത്തു ഒക്കെ കാര്യങ്ങൾ ഓടിച്ചു പോയി. അവൾ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ വൈഫ് എന്ത് ചെയ്തോ കാര്യങ്ങൾ നോക്കി വന്നത്. ഓക്കെ, ഈ അങ്ങനെ സ്വന്തമായിട്ട് നിയമം പഠിക്കാനും സ്വന്തം കേസ് സ്വയമായി വാദിക്കാനും തീരുമാനിക്കുകയാണ്. ഇപ്പം ഈ വക്കീൽ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഇപ്പം ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തൊരു കാര്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ ഏറെക്കുറെ എനിക്ക് നിയമത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ കേസിൽ കോൺഫിഡൻ്റ് ആയി. ഞാൻ ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ആ പേപ്പർ ഞാൻ നേരെ
അപ്പോൾ NOC തരാൻ പറഞ്ഞ് തിരിച്ചു മേടിച്ചിട്ട് ഞാൻ കോടതിക്ക് 2023 ജൂലൈ മാസം ഞാൻ പെറ്റീഷൻ ഇടുകയാണ്, ഇതാണ് NOC, ഞാൻ വക്കീലിനെ ഒഴിവാക്കി, ഞാൻ പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ട് ഞാൻ കോടതി ഹാജരാകുന്നു എന്ന് പറഞ്ഞ നിയമപ്രകാരം ഞാൻ ഒരു അപേക്ഷ വെച്ചു. കോടതി അത് എനിക്ക് ജൂൺ മാസത്തിലാകുന്നു, ജൂലൈ മാസത്തിൽ ഓർഡറായി, ജൂലൈ 7 ഓർഡറായി ഹൈക്കോടതി. ഓക്കെ, താങ്കളെ അറിയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ബെയിൽ ആപ്ലിക്കേഷൻ എടുത്തു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ബെയിൽ ആപ്ലിക്കേഷൻ കോടതിയിൽ. പിന്നെ ഞാൻ അപേക്ഷ ഇടുന്നു. അതുവരെ ഞാൻ ചുമ്മാ എന്ത് അപേക്ഷ ഇട്ടാലും കോടതി വരുന്ന, ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്തതിന് ശേഷം കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഒന്നും ചെല്ലുന്നില്ല, അത് കോടതിയുടെ മുന്നേ ചെല്ലുന്നില്ല. അതൊക്കെ എവിടെ പോവാ? കാരണം ഒരാൾ സ്വമേധയാ വാദിക്കുക എന്ന് പറയുന്ന കേസ് നടത്തുന്നത് വക്കീലുമാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ ഇതിനെ സംബന്ധിച്ചോ അവർക്ക് ഭയങ്കര പ്രയാസമുള്ളാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പേപ്പർ ചെല്ലുന്നില്ലാത്തതുകൊണ്ട് ക്ലർക്കുമാരെ സംബന്ധിച്ച്. എന്തായാലും അതിനുശേഷം കുറേ ആപ്ലിക്കേഷൻ പരാതികളൊക്കെ രജിസ്ട്രാർ ജനറലിനൊക്കെ അയച്ചതിന് ശേഷം നേരെ കേസ് വന്നു. അങ്ങനെ ബെയിൽ കേട്ടു. അതിനുശേഷം ഇങ്ങനെ ഈ കേസിൽ ഇപ്പം ഞാൻ ഈ വാദിച്ചിട്ട് നിസാരം ഇറങ്ങിപ്പോയി ഈ കേസ് ഞാൻ മറ്റൊരു വക്കീൽ ഉണ്ടാക്കിയ പൈസ എടുത്ത് മറ്റൊരു വക്കീലിൻ്റെ സുപ്രീം കോടതി വരെ ഞാൻ ജാമ്യത്തിന് പോയി. കാരണം സുപ്രീം കോടതി വരെ ജാമ്യത്തിന് പോയി. എന്നിട്ട് പോലും ജാമ്യം തരുന്നില്ല എന്നല്ല, കേസ് കേൾക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് ജാമ്യം വേണ്ട, എൻ്റെ കേസ് കേൾക്കാൻ ഓർഡർ, അതുപോലും വാങ്ങിത്തരാൻ കഴിയാത്ത നിലയിലാണ് അഡ്വക്കേറ്റുമാർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവരെന്തുകൊണ്ടാണ് വാങ്ങിത്തരാത്തതെന്ന് വെച്ചാൽ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അതുപോലെ പണം കൊടുക്കാനില്ലാത്തതുകൊണ്ടും നമുക്ക് കഴിവുള്ള വക്കീലുമാരെ വെക്കാൻ. വക്കീലുമാരെല്ലാം മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, വളരെ ആത്മാർത്ഥതയോടെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെറിയ പൈസ മേടിച്ച് ചെയ്യുന്ന വക്കീലുമാരെ പിന്നീട് ഞാൻ പരിചയപ്പെട്ടു, എൻ്റെ മുന്നോട്ടുള്ള യാത്രയും പരിചയപ്പെടുകയും ഒക്കെയുണ്ട്. അതേസമയം പൈസ മേടിച്ചിട്ട് ചീറ്റ് ചെയ്യുന്നവരെ ഞാൻ കണ്ടെത്തി. പക്ഷെ ഞാൻ ചെന്ന് പെട്ടെന്ന് മുഴുവൻ ഏതാ ഇങ്ങനെയുള്ള നമുക്ക് അബദ്ധം പറ്റുന്നവരുടെ കൂട്ടത്തിലാണ് ഇന്ന് കേട്ടത്. കാരണം അങ്ങനെയുള്ളവരാണ് എനിക്ക് ഏറ്റുപോയത്. ഇനി അത് അങ്ങനെ ചീറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കില്ല. ദൈവത്തിൻ്റെ പ്ലാൻ ആയിരിക്കും ഒരുപക്ഷെ. കാരണം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ഞാൻ തന്നെ കയറി പറയണമെന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അത് ഞാൻ ഞാൻ വിട്ടുപോയി. ഈ 2019 ജയിലിൽ കയറി നവംബർ മാസം ഇരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു, ഒരുപാട് കരഞ്ഞു, രാത്രി ഉറക്കം. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പേ ഈ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് സ്വന്തമായിട്ട് ചെല്ലുന്നു. ആദ്യമായിട്ട് കോടതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് എപ്പോഴാണ്? ബെയിലില്ല അല്ല, ഏറ്റവും ആദ്യമായിട്ട് ഞാൻ കോടതി കയറുന്നത് ഡിസംബർ 15-ാം തീയതിയാണ് എന്നെ കോടതി വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു പാർട്ടി ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കേൾക്കണം, എൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ബെയിൽ ഹിയറിംഗ് കേൾക്കണമെന്ന് പറഞ്ഞു. അല്ല കേസ് ഫൈനൽ ഹിയറിംഗ് കേൾക്കണം, ഞാൻ റെഡിയാണ്, എനിക്ക് കേസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങളുടെ ലിസ്റ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് മുന്നേ ഉള്ള കേസുകളുണ്ടല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ സാർ ബെയിൽ കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബെയിൽ കേൾക്കാമെന്ന് പറഞ്ഞ് ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കോടതി കേൾക്കാമെന്ന് സംഭവിച്ചു. അങ്ങനെ ജൂൺ 5-ാം തീയതി നടന്നില്ല, 11-ാം തീയതി കോടതി ഹിയറിംഗ് കേട്ടു. ഹിയറിംഗ് കേട്ടപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ കോടതി ഇങ്ങനെ ഒരു തീരുമാനമാണ്, കോടതി ബെയിൽ കൊടുക്കുന്നില്ല എന്നാണ് തീരുമാനം, അതുകൊണ്ട് ഫൈനൽ ഹിയറിംഗ് പോസ്റ്റ് ചെയ്യാം. ഞാൻ സന്തുഷ്ടനായി, കാരണം എനിക്ക് ബെയിലല്ല വേണ്ടത്, ഫൈനൽ ഹിയറിംഗ് ആണ്, എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് ഇറങ്ങുന്നതാണ് എനിക്ക് വേണ്ടതെന്ന്. പക്ഷേ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഓറലായിട്ട് കോടതി ഓർഡർ ഇട്ടതല്ലാതെ ഈ ഓർഡർ എന്ത് ചെയ്തില്ല, നടപ്പായില്ല. കോടതി എന്നിട്ട് പിന്നെ മാർച്ചിൽ ഞാൻ വീണ്ടും പെറ്റീഷൻ ഇട്ട് കയറിയപ്പോൾ ആ കോടതി എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഷിബു സോറി എന്നോട് ഐ ആം ഹെൽപ്ലെസ്. ഒരു ഹൈക്കോടതി തൂക്കിക്കൊല്ലാൻ വലിയ അധികാരമുള്ള ഒരു കോടതിയിലെ ജഡ്ജി പറഞ്ഞാണ് ഐ ആം ഹെൽപ്ലെസ്, ഇത് താങ്കളുടെ കേസ് എടുക്കാൻ പറ്റില്ല, പഴയ കേസുകൾ കിടക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കുക. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ എൻ്റെ കേസ് എടുക്കുന്നതിനോട് അല്ലെങ്കിൽ പാർട്ടി പേഴ്സണായിട്ട് കയറുന്നതിനോട് എതിർപ്പുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ സാഹചര്യം ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത് കേട്ടില്ല. അങ്ങനെ കാത്തിരുന്നാണ് ലാസ്റ്റ് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കേസ് ബെഞ്ചിൽ വരുന്നത്. ശരിക്കും ബെഞ്ചിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടി പേഴ്സൺ ആയതുകൊണ്ട് കോടതി നേരിട്ട് വിളിച്ചിട്ട് ഒരു വക്കീലിനെ വെച്ച് തരാം, എന്താ ഇങ്ങനെ തന്നെ മൂവ് ചെയ്യാനാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിലാണ് വിളിച്ചത്. പക്ഷേ ഞാൻ അന്നേരം കയറിയിട്ട് പറഞ്ഞു എൻ്റെ കുടുംബവും എൻ്റെ ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ ഒന്ന് കൺസൾട്ട് ചെയ്യണം, കാരണം ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ നിരപരാധിയായി ഞാൻ ഇതിനകത്ത് കിടക്കുന്നുണ്ട്, എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞും ഒക്കെ അനുഭവിക്കുന്ന മാനസികാവസ്ഥ കോടതി പരിഗണിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നാൽ കേൾക്കാം, എന്നാൽ നമുക്ക് അടുത്ത് കേൾക്കാം, അങ്ങനെ ഒരു ലിസ്റ്റ്. എന്നിട്ടും അദ്ദേഹം പലവിധമായ നിയമകാര്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം അവർക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല. കാരണം സാധാരണക്കാരൻ ഒരു തടവുകാരൻ, അതും ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരൻ, നിയമം പഠിക്കാത്ത ഒരാൾ ഇങ്ങനെ വാദിക്കാനായിട്ട് തയ്യാറായി, അതും ഇരട്ട ജീവനും ശരി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ലൈഫേ പോകുന്നതാണ്. ഇപ്പോൾ ജീവനെന്ന് ശിക്ഷിച്ചിട്ട് 33 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം അത്രയും വർഷങ്ങളോട് കിടക്കുന്നുണ്ട്. അപ്പം ഇത് അഥവാ ഇവൻ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം കോടതിയിലെ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവർക്കും നീതി നടപ്പാക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. എന്നാലും ഈ ബെഞ്ച് കേൾക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കോടതിയിൽ പോയി ആർഗ്യുമെന്റ് നടത്തി
എനിക്ക് വേണ്ടി അമിക്കസ് ക്യൂറി വെക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഇല്ല എന്നാലും ഞങ്ങൾക്കൊന്നും വേണം, എന്നാലും അവർക്കൊന്നും പറയാനുള്ള അവസരം കിട്ടിയില്ല. കാരണം ദൈവം സഹായിച്ച് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് കോടതി നന്നായിട്ട് തന്നെ കേട്ടു, നന്നായിട്ട് കേട്ടു. എനിക്ക് വേണ്ട മാനസിക എന്താ പറയാ, ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇനി അങ്ങ് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പെർഫോം ചെയ്തത് വളരെ, എനിക്ക് പറയാൻ വാക്കുകളില്ല, അതുപോലെ നന്നായിട്ട് ചെയ്തു. അതിനിടയ്ക്ക് ഒരു അഭിമാനം അത്ര ജാടയില്ലാത്തൊരു വക്കീലുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു ഇത് കേൾക്കാൻ വേണ്ടി കുറേ പേര്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അതിൻ്റെ മുഖത്ത് നോക്കിയില്ല. കാരണം മുഖത്ത് നോക്കി പറയുന്നതല്ലേ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശത്രുതയാവുകയും, കാരണം പാർട്ടിയില്ലേ നന്നായിട്ട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുന്നേ വന്നിട്ട് തിരിച്ചുപോയി. ആളെനിക്കൊരു പ്രോത്സാഹനം, ഒരു വക്കീല, എനിക്ക് ആളുടെ പേരറിയില്ല, ഒരു ചെറുപ്പക്കാരനാണ്. ആള് നന്നായിട്ട് പറഞ്ഞു കേട്ടോ, നന്നായിട്ട് വാദം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ നിയമം എന്ന് പറയുന്നത്, നമുക്കൊരു നിയമം പഠിച്ചപ്പോൾ ഒരുപാട് എന്താ പറയുക, നമ്മൾ വചനം പഠിച്ചുറയ്ക്കുമ്പോൾ നമുക്കൊരു ആത്മീയമായി നല്ല ഫൈറ്റ് ചെയ്യാനൊരു, അല്ലെങ്കിൽ ആത്മീയമായി നമുക്ക് ധൈര്യമാണ്. അതുപോലെ തന്നെയാണ് നിയമം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഈ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിയമം പഠിച്ചിറങ്ങിയപ്പോൾ നമുക്കൊരു നല്ല ഒരു എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ നിയമം അറിയാമെങ്കിൽ നമ്മൾ തെറ്റായി പോകത്തില്ല. ഒന്നാമത് നമ്മൾ നിയമം അറിയാം, നമ്മൾ നിയമം തെറ്റിക്കാൻ തയ്യാറാവില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരാളെ നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും പറ്റും, നമ്മളെ ആർക്കും ചതിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പുതിയൊരു എനർജി എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അവസാനം എത്ര ദിവസം ഈ വാദം നീണ്ടു നിന്നു? ഇല്ല, അങ്ങനെ വാദം അധികമൊന്നുമില്ല. കാരണം ഈ ട്രയൽ കോർട്ടിലെ പോലെയല്ല. ട്രയൽ കോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 8-10 ദിവസമൊക്കെ എടുത്ത് ട്രയൽ ഓരോ സാക്ഷികളെ വിസ്തരിച്ച് പിന്നെ അതിൻ്റെ തന്നെയുള്ള വാദങ്ങളാണ്, അതായത് വാക്കുകൊണ്ടുള്ള വാദമാണ്. അപ്പോൾ അവരുടെ തെളിവുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും നിയമമാണ്. അവർ തന്നിരിക്കുന്ന തെളിവ് നിയമപ്രകാരം നിൽക്കുന്നുണ്ടോ, നിലനിൽക്കുമോ ഇല്ലയോ എന്ന് മാത്രമാണ്. കാരണം നിയമമാണ് ശരിക്കും. ഇവിടെ ഇപ്പോൾ കോടതിക്കാണെങ്കിലും ഈ ഹൈക്കോടതി, സുപ്രീം കോടതി, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഹൈക്കോടതി, സുപ്രീം കോടതിയിലും നിയമം വെച്ചിട്ടുള്ള കളിയാണ്. ആ നിയമം പ്രകാരം തെളിയിക്കില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം ചെയ്യും. അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഈ നിയമപ്രകാരം നിയമം പറഞ്ഞിട്ട് തന്നെ വേണം ഇത് ചെയ്യണം. ആ നിയമം സുപ്രീം കോടതി നിയമവും മറ്റ് ഹൈക്കോടതിയുടെ റൂളിങ്സുകളും ഈ മറ്റ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള നിയമപുസ്തകങ്ങളിലെ നിയമവും എല്ലാം പറഞ്ഞ് വിത്ത് എവിഡൻസ് ആൻഡ് ഫാക്ട് എല്ലാം കൂടെ കാണിച്ച് കോടതി പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രം, പ്രൂവ് ചെയ്താണെങ്കിൽ മാത്രമേ നമുക്ക് കേസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഊരിപ്പോകാൻ പറ്റുള്ളൂ. മറ്റേ താഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് ശരിക്കും ഞാൻ 10:45 തുടങ്ങിയിട്ട് രാവിലെ 10:45 18-ാം തീയതി ജൂൺ 18 10:45 തുടങ്ങിയിട്ട് 12:45 വരെ 12:50 വരെ എനിക്ക് സമയം കിട്ടി. അത് ഡിപ്പോസിഷൻ വായിക്കാനും അതുപോലെ അതിനുശേഷം ആർഗ്യൂ നടത്താനും സമയം കിട്ടി. ആ സമയത്ത് നന്നായിട്ട് ചെയ്യാൻ അവസരം കിട്ടിയില്ല, മുഴുവനായിട്ട് തന്നെ പറയാൻ അവസരം കിട്ടി. കാരണം ആ അവസരം കിട്ടി. അത് വെച്ച് 1 മണിയായപ്പോഴത്തേനും അവർക്കൊരു 15 മിനിറ്റ് 10 മിനിറ്റ് കണ്ട് പ്രോസിക്യൂഷന് കൊടുത്തുള്ളൂ. കാരണം അവർക്ക് പറയാൻ ഉണ്ടായിരുന്നില്ല. കാരണം അത് മൊത്തം, കാരണം അങ്ങനത്തെ കേസാണല്ലോ. അവർ പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞെങ്കിലും ദൈവം വെച്ചിട്ട് അവർക്കൊന്നും എന്ത് പറയാനായിട്ട് കാര്യമില്ല എന്നുള്ള തെളിവായിരുന്നു. അത്ര തെളിവായിട്ടാണ് നമ്മൾ, കാരണം നമ്മളെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ട് എനിക്ക് ആ സത്യം തുറന്നു കാണിച്ചത് കോടതിക്ക് തന്നെ ഗ്രഹിക്കാൻ കഴിയും, ബോധിക്കാൻ കഴിയും. അതാണ് വസ്തുത. ഓക്കെ, അങ്ങനെ കോടതി പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ജഡ്ജ്മെന്റ് വന്നു. 10 ദിവസം കഴിഞ്ഞു. 18-ാം തീയതി ആർഗ്യുമെന്റ്, 30-ാം തീയതി രാവിലെ 11 ജഡ്ജ്മെന്റ് പോയി. എന്ന് പുറത്തിറങ്ങി. അതിലും വലിയൊരു കഥയാണ്. സാധാരണഗതിയിൽ ഒരു കോടതി ഒരാളെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വിത്തിൻ ക്രിമിനൽ റൂൾ പ്രാക്ടീസ് ഓഫ് ഇന്ത്യ കേരള എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് 1970. ആ നിയമം അനുസരിച്ചാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, റിലീസ് ചെയ്യണമെന്നാണ്. അതായത് ഒരു 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ 2 മണിക്കുള്ളിലെങ്കിലും ഇയാളെ റിലീസ് ചെയ്തിരിക്കണം. കാരണം ഓർഡർ അപ്പം തന്നെ ഇവിടെ വരണം, ജയിലുകാർ അപ്പം തന്നെ വിട്ടോണം, ഇറക്കി വിടണം. കാരണം ആള് കുറ്റക്കാരനല്ല, അയാൾക്ക് വേറെ പെൻഡിങ് കേസ് ഒന്നും ഇല്ലെങ്കിൽ അന്നേരം വിടണം. ഇവിടെ എൻ്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. കാരണം അവിടെയും നീതി നിഷേധം ഉണ്ടായി. ഒന്ന് ശിക്ഷിച്ചത് നീതി നിഷേധിച്ച് നിയമലംഘനത്തിലൂടെ. രണ്ടാമത് ഇവിടെ വന്നിട്ട് ഈ പേപ്പർ ജയിലിൽ എത്തിയിട്ടില്ല എന്നാണ് ജയിലധികാരികൾ പറയുന്നത്. അപ്പം ഞാൻ ഓർത്ത് 30-ാം തീയതി ഞാൻ നോക്കുമ്പോൾ എന്നെ കോടതി, സാധാരണഗതിയിൽ ഒരു വക്കീലുമാരാണ് കേസിന് വിധി പറയുന്നതെന്ന് ഡേറ്റ് കൊടുക്കും, പിന്നെ ഡേറ്റ് വിധി പറയും, വക്കീലുമാർ ഹാജരാണ്. കാരണം എനിക്ക് വക്കീലില്ലാത്തതുകൊണ്ട് എൻ്റെ വക്കീൽ ഞാൻ തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ തന്നെ എന്ത് ചെയ്യണം, കോടതിയിൽ ഹാജരാകണം. എന്നെ VC-യിൽ ഹാജരാക്കിയാൽ മതി. ഇപ്പം ഹാജരാക്കുമെന്ന് ഓർത്തിരുന്നു, ഹാജരാക്കിയില്ല. അപ്പം ഞാൻ വെറുതെ പോയി എന്നിട്ട് ഈ എന്താ പറയുക, നമ്മുടെ ഗൂഗിൾ ഇത് നോക്കാം, VC വീഡിയോ കോൺഫറൻസ് റൂമാണ്. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ, നമ്മൾ വളരെ പരിചയമുള്ള സ്നേഹിതനാണ്, നല്ലൊരു ഉദ്യോഗസ്ഥനാണ്.
മര്യാദക്കാണ്. ആള് സാറേ ഇന്ന് നോക്കണല്ലോ, എന്താ ഇപ്പം നോക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ നോക്കി പറഞ്ഞ് ഇന്ന് കേസ് വിധി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അപ്പീൽ അലൗഡ്, എൻ്റെ അപ്പീൽ അലൗഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് കേസ് വിട്ടുപോയി, കാരണം നമ്മൾ കുറ്റക്കാരനല്ല എന്നാണ് നമ്മുടെ അപ്പീൽ. അപ്പോൾ കേസ് വിട്ടുപോയി. അപ്പോൾ ഞാൻ എന്നിട്ട് ഓർത്ത് വൈകിട്ട് ആയപ്പോൾ എൻ്റെ സാധാരണ ഒരു 7 മണിക്ക് വിട്ട് റിലീസ് ചെയ്യും. വൈകിട്ട് 7 മണി 8 മണി ആയപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ റെഡിയാക്കിയിരിക്കുക, കാരണം റിലീസ് ചെയ്യുമല്ലോ. അങ്ങനെ കുറേ നിയമപുസ്തകങ്ങളുണ്ട്, 10-12 നിയമപുസ്തകങ്ങളും നമ്മുടെ ക്രിസ്ത്യൻ ബൈബിൾ ലൈബ്രറി ബുക്കുകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് 2 വലിയ ബോക്സിലും ബാഗിലൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ട് ഇടുന്നില്ല. അതിന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫയല് സൂപ്രണ്ട് വന്നു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ സംഗതി ഉണ്ട്, എൻ്റെ കേസ് ഇന്നലെ അക്വിറ്റ് ആയിട്ടുണ്ട്, കേസ് ഞാൻ അലോഡ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കോടതിയിൽ നിന്ന് പേപ്പർ വരാത്തതാണ്, എന്നെ വിട്ടിട്ടില്ല, എന്താണെന്നറിയില്ല, ഇനി പേപ്പർ വന്നിട്ടില്ല സാർ, കോടതി ഇൻഫോം ചെയ്യണം, ഞാനിവിടെ ഉണ്ട്, എനിക്ക് മറ്റു പെൻഡിങ് കേസുകളോ പ്രൊഡക്ഷൻ വാറണ്ടുകളോ ഒന്നുമില്ല, നോക്കാം, നമുക്ക് പരിഗണിക്കാമെന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടങ്ങ് പോയി. വൈകിട്ടൊന്നും പിന്നെയും കാത്തിരുന്നു, അന്നും വിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ വീണ്ടും 2-ാം തീയതി ഞാൻ വീണ്ടും സൂപ്പറിന് അപേക്ഷ വയ്ക്കുകയാണ്, സാർ ഇങ്ങനെയാണ്, ഇതുവരെ വിട്ടിട്ടില്ല, കോടതി ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും നോക്കുന്നു, ഇത് തന്നെ, ഇവർ വിടുന്നില്ല. ലാസ്റ്റ് 3 മണി ആയപ്പോൾ തന്നെ എനിക്ക് വളരെ മാനസികമായ ഇത് തോന്നി. ഞാൻ നേരെ ഡെപ്യൂട്ടി സൂപ്പറിൻ്റെ റൂമിൽ ചെന്ന് കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത് ഇങ്ങനെയാണ്, കേസ് വിട്ടിട്ടുണ്ട്, നിങ്ങൾ ഇൻഫോം ചെയ്തില്ല, നിങ്ങൾ ലോക്കൽ ഗാർഡിയനാണ്, നിങ്ങൾ ഇൻഫോം ചെയ്ത് കോടതി ഇൻഫോം ചെയ്യാത്ത പക്ഷം ഞാൻ ഇതിൻ്റെ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യും, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ തന്നെ പതുക്കെ അവർ ഇച്ചിരി അനക്കമായി. രാത്രി 7-8 മണി ആയപ്പോൾ തന്നെ എന്നെ എന്ത് ചെയ്തു, ഞാൻ സെല്ലിൽ ഒന്ന് വിളിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. രാത്രി എന്നെ 9:15 കഴിഞ്ഞ് ആയപ്പോഴാണ് എന്നെ ഒരു പെരുമഴയത്ത് ഇരുട്ടത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തത്. ജസ്റ്റ് ഇത് 30-ാം തീയതി രാവിലെ വന്നതാണ്. അല്ല, അപ്പൊ ഒരു ജയിലിൽ നിന്ന് ഒരാളെ റിലീസ് ചെയ്യുന്നതിനൊരു സമയം ഒക്കെ വെച്ച് സമയവും പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ സമയവും പരിധിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താ പറയാ ഇഷ്ടാനുസരണം മാറ്റി എഴുതിയാണ്. ശരിക്കും നമുക്ക് ഇപ്പൊ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഈ ലോകം മുഴുവൻ കാണാൻ കഴിയും. അതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത സാറേ. ഞാൻ ഇപ്പം അവിടെ കിടക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തിൻ്റെ ചർച്ചകളെക്കുറിച്ചും പ്രാർത്ഥനാ കൂട്ടങ്ങളെക്കുറിച്ചും എല്ലാം കാണാൻ കഴിയും. നമുക്ക് പ്രാർത്ഥനയെ കാണാൻ കഴിയും, അല്ലാണ്ട് ഈ പറഞ്ഞ മീഡിയാസിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, വാർത്തയിലൂടെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും. പക്ഷേ ഈ പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഇതിനകം കാണാൻ ഒരിക്കലും കഴിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം, എനിക്ക് ഒന്നുകൂടെ നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ സാത്താൻ വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ്. കാരണം അവന് പണി എടുക്കേണ്ടാത്തൊരു സ്ഥലമാണ് ജയില്. കാരണം അവിടെ അത്രയും നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും. അതിനിടയ്ക്ക് ഇങ്ങനെ നിലനിൽക്കാന്ന് തന്നെ വലിയ കാര്യമാണ്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു ബൈബിള് ഞാൻ കണ്ടെത്തി അത് വായിക്കുകയൊക്കെ ചെയ്തു. വീണ്ടും പ്രാർത്ഥന ഇങ്ങനെ എന്നും. പിന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഞാനൊരു ദർശനം ഇങ്ങനെ കാണുകയാണ്. 2019 ഡിസംബർ മാസത്തിലായിരുന്നു, ഡിസംബർ ആദ്യ ആ സമയത്ത്, അതായത് 1 മാസം പോലും ആയി, നവംബർ ലാസ്റ്റാ, ഡിസംബർ ആദ്യ ആ സമയത്താണ് ഞാനിങ്ങനെ കാണുകയാണ്. ഞാനൊരു കോടതി കയറി നിൽക്കുകയാണ്. 2 ജഡ്ജിമാരുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ജയിൽ ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യുന്നു, എന്നെ കയറ്റി നിർത്തുന്നു. അങ്ങനെ 2 പേര് സല്യൂട്ട് ചെയ്യുന്നു. അതായത് എനിക്കറിയാവുന്ന 2 ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നു. ആ ദർശനത്തിൽ ഞാനിങ്ങനെ കാണുന്നു, അദ്ദേഹം സല്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ജഡ്ജി കുറച്ച് നേരം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് പറയാം, യു ആർ അക്വിറ്റഡ്, കേസിൽ നിന്ന് താങ്കളെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു വിഭാഗം കാണിക്കുക.